ഹായ് ഹലോ ഇന്ന് നമ്മൾ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതാണ്. തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. മണ്ണിലേക്ക് മടങ്ങി. കാറ്റ് കൊള്ളാൻ വന്നു ഞാനീ കടൽ തീരത്തു നിൽക്കവേ, കതിരോനസ്തമിക്കുന്ന കാന്തിയിൽ കൺകുളിർക്കവേ, കടലിൽ തിര പോൽ വിണ്ണിൽ പകൽ പക്ഷികളെപ്പോൽ എൻ്റെ ഉള്ളിലൊരാ സ്വാസ്ഥ്യം സ്പന്ദിക്കുന്നതറിഞ്ഞു ഞാൻ. നിമിഷം തോറുമേ മാറും നിറങ്ങളെഴുമംഭരം, അവിടെ സന്ധ്യാന്തരം പോൽ അലയാൻ മോഹമെന്നിലും. ശംഖുമാലകൾ വിൽക്കുന്ന പെൺകിടാവിൻ്റെ ദീനമാം സ്വരം കേൾക്കെ മണ്ണിലേക്കു മടങ്ങി പോന്നിതൻ മനം. ONV എഴുതിയ മണ്ണിലേക്ക് മടങ്ങി എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? കവി കാറ്റ് കൊള്ളാൻ പോയി നിന്നത് എവിടെയാണ്? കടലിലാണ് അല്ലേ? കടൽ വക്കത്ത്. പിന്നെ B, നിമിഷം തോറും നിറം മാറിയത് എവിടെയാണ്? ആകാശത്താണ് അല്ലേ? കടലിൻ്റെ തീരത്താണ് കവി പോയി നിന്നത്. നിറം മാറിയത് എവിടെയാണ്? ആകാശത്താണ്. ആരുടെ ദീനസ്വരമാണ് കവി കേട്ടത്? ശംഖുമാലകൾ വിൽക്കുന്ന പെൺകിടാവിൻ്റെ ദീനസ്വരം അല്ലേ? തന്നിട്ടുള്ള പദങ്ങൾക്ക് സമാനാർത്ഥം വരുന്ന പദങ്ങൾ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്നത് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ അല്ലേ? കതിരോൻ അല്ലേ? അടുത്തത് ഭംഗി എന്ന് പറഞ്ഞത് കാന്തി. പിന്നെ നക്ഷത്രം എന്നുള്ളതോ താരം അല്ലേ? സന്ധ്യാതാരം എന്ന് പറഞ്ഞിട്ടില്ലേ? താരം. ആഗ്രഹം എന്നുള്ളതോ മോഹമെന്നിലും അല്ലേ? മോഹം. അടുത്തത് പ്രവർത്തനം 2 യാത്രാനുഭവം എഴുതാനാണ്. ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി, ആകാശത്തേക്ക് ഉയരുകയാണെന്നും. തായാട്ട് തൻ്റെ യാത്രയെക്കുറിച്ച് എഴുതിയത് എത്ര രസകരമായിരിക്കുന്നു. യാത്രയുടെ അനുഭവം വായിക്കുന്നവർക്കും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അനുഭവിച്ചറിയുന്ന രീതിയിൽ മനോഹരമായി എഴുതി നോക്കൂ. എങ്ങനെ എഴുതാം നമുക്ക്? എൻ്റെ യാത്ര ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഉയരത്തിലേക്കാണ് ഞാൻ പറന്നുയർന്നത്. അതുവരെ കണ്ടതൊക്കെ ഒരു പൊട്ടുപോലെ കാണാൻ തുടങ്ങി. റോഡുകൾ നീർച്ചാലുകൾ പോലെയും മനുഷ്യർ ഉറുമ്പുകൾ പോലെയും നടക്കുന്ന വീഥികൾ. എന്തൊരത്ഭുത കാഴ്ചയാണ്! ആകാശത്തെ അമ്പിളി എൻ്റെ അരികിൽ നിൽക്കുമ്പോൾ മേഘങ്ങൾ എന്നിൽ പറന്നു കളിക്കുന്നു. ഈ വിമാനയാത്ര ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. ഇങ്ങനെയുള്ള സാഹിത്യ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതിൽ തന്നെ B ക്വസ്റ്റ്യൻ, നൈൽ ഡയറി എഴുതിയത് ആരാണ്? SK പൊറ്റക്കാടാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3 കുറിപ്പ് തയ്യാറാക്കാം. രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി. നോക്കൂ, ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിലെ രാജൻ്റെ ഈ പ്രവൃത്തിയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? അദ്ദേഹം കുട്ടികൾക്ക് താജ്മഹൽ പരിചയപ്പെടുത്തുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? വ്യക്തമാക്കുന്ന കുറിപ്പെഴുതുക. എങ്ങനെ നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം? ഇടുക്കിയിലെ താജ്മഹൽ എന്ന പാഠഭാഗത്തിലെ ഒരു കഥാപാത്രമാണ് രാജൻ. രാജൻ അവരുടെ മക്കളുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി, മക്കളുടെ ആഗ്രഹം എന്തായിരുന്നു? താജ്മഹൽ കാണാൻ പോകണം. അവരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി 1 വർഷത്തോളം കാത്തിരിക്കുകയും അടുത്ത വേനൽ അവധിക്ക് തന്നെ താജ്മഹൽ കാണിച്ചു കൊണ്ടുപോകാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ആ ആഗ്രഹം കുട്ടികളുടെ മനസ്സിൽ വളർന്ന് പന്തലിക്കുകയും രാജൻ അതിൽ തൻ്റെ സാമ്പത്തിക സ്ഥിതി ആലോചിച്ച് സങ്കടപ്പെടുകയും ചെയ്തു. എന്നാൽ രാജൻ അവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്തത്. അവരുടെ ജില്ലയിലുള്ള താജ്മഹൽ കാണിച്ചു കൊടുക്കുകയും തൻ്റെ ജില്ലയിൽ തന്നെ മനോഹരമായ കാഴ്ചകൾ കുട്ടികളിൽ എത്തിക്കുകയുമാണ് രാജൻ ചെയ്തത്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ തൻ്റെ സാമ്പത്തിക സ്ഥിതി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. എന്നിരുന്നാലും കുട്ടികളുടെ ആഗ്രഹത്തെ അവർ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്തത്.
തന്നാൽ കഴിയുന്ന ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ് ഈ കഥാപാത്രം ചെയ്തത്. ഇങ്ങനെയെല്ലാം പോയിന്റുകൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. പേര്, നാമം, പ്രവൃത്തി എന്ന് പറഞ്ഞ ക്രിയ എന്നിവയ്ക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. പേരെന്ന് പറഞ്ഞാൽ നാമം അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ രാജൻ ഒരു പേരാണ്, നാമമാണ്. പ്രവൃത്തി എന്താണ്? കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പുസ്തകം വായിക്കുന്നു അല്ലേ. എന്താണ്? ഭക്ഷണം പാകം ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു. ഇതൊക്കെ ഒരു ക്രിയയാണ്, പ്രവൃത്തിയാണ്. എന്നിവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഇനി പ്രവർത്തനം 4. വർണ്ണന തയ്യാറാക്കാം. കവിത വായിക്കൂ. പുതുമഴ. നോക്കൂ തുമ്പി ബഹുസുഖമേകും മാറിപ്പതിക്കുന്നു. കേൾക്കൂ മധുരം മധുരം ലളിതം കിളികൾ ചിലയ്ക്കുന്നു. കന്നിക്കാറുകൾ അലറും നാദം കാതു തുളയ്ക്കുന്നു. മിന്നൽ പിണരുകൾ മിന്നിച്ചിന്നി കണ്ണുമയക്കുന്നു. പുഴകളിലാരോ നുരയാൽ പുഞ്ചിരി തൂകിക്കൊണ്ടിപ്പോൾ തഴുകിയിടുന്നു തമ്മിൽ തമ്മിൽ തരളതരംഗങ്ങൾ. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ പുതുമഴ എന്ന കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മഴയുടെ ഏതെല്ലാം സവിശേഷതകളാണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്? മഴ ചാറുമ്പോൾ എന്ന കവിതയിൽ നിന്ന് കണ്ടെത്തിയ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തി മഴക്കാലത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വർണ്ണന തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു മഴ ചാറുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗം. മഴ ചാറുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ ഉൾപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് മഴക്കാലത്തെക്കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഉൾപ്പെടുത്തുക. എന്നിട്ട് മഴത്തെ വർണ്ണിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതിൽ ബി ചോദ്യം, ദൂരെ ദൂരെ കിഴക്കുനിന്നെത്തും എന്ന വരിയിൽ പദങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ഭംഗി പോലെ പുതുമഴ എന്ന കവിതയിൽ പദങ്ങളുടെ ആവർത്തന ഭംഗിയുള്ള 2 വരികൾ എഴുതുക. അല്ലേ, ദൂരെ ദൂരെ കിഴക്കുനിന്നെത്തും എന്ന് പറയുന്ന ഭംഗിയിൽ നമുക്ക് അത്രയും അകലെ അല്ലേ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലുള്ള ഒരു വരി ഇതിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവസാനത്തെ വരി എടുക്കുമ്പോൾ തഴുകിയിടുന്നു തമ്മിൽ തമ്മിൽ അല്ലേ, പരസ്പരമുള്ള ആ ഒരു ആഴമാണ്. തമ്മിൽ തമ്മിൽ തരളതരംഗങ്ങൾ അല്ലേ. അതുപോലെ തന്നെ കേൾക്കൂ മധുരം മധുരം ലളിതം കിളികൾ ചിലയ്ക്കുന്നു അല്ലേ. ഇതൊക്കെ അങ്ങനെയുള്ള വരികളാണ്. ഇങ്ങനെയുള്ള ആവർത്തന വാക്കുകൾ കൊണ്ട് നമുക്ക് ആ ഒരു ആശയത്തിൻ്റെ ഭംഗി ഉൾക്കൊള്ളാൻ ഏറെ സാധിക്കുന്നു, എളുപ്പത്തിൽ സാധിക്കുന്നു. പ്രവർത്തനം 5 കത്ത് തയ്യാറാക്കാം. കുറുവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിനെ കുറിച്ച് വായിച്ചിറിഞ്ഞല്ലോ. ആ അണക്കെട്ടിൻ്റെ സവിശേഷതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാരന് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ ഈ കത്തൊക്കെ എന്തായാലും വരുന്ന ചോദ്യമാണ്. സബ്ജക്റ്റ് വിഷയം വേറെ ആണെങ്കിൽ പോലും കത്തിൻ്റെ ഫോർമാറ്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ കത്തിൻ്റെ ഫോർമാറ്റ് പഠിച്ച് പോവുക. ഡേറ്റ് എഴുതുക, സമയം എഴുതുക, ആർക്കാണോ എഴുതുന്നത് അത് എഴുതുക, ആരാണോ എഴുതുന്നത് അത് എഴുതുക. പിന്നെ അഭിസംബോധന അല്ലേ, പ്രിയപ്പെട്ട ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യം എന്ത് ചെയ്യുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക. നിനക്ക് സുഖമാണെന്ന് കരുതുന്നു, എനിക്കിവിടെ സുഖം തന്നെയാണ്, നിൻ്റെ വീട്ടിലെ വിശേഷം എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു സുഖവിവരങ്ങൾ അറിയിക്കുന്ന പരസ്പരം അറിയിക്കുന്ന ഒരു ഖണ്ഡിക. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഖണ്ഡികയിലാണ് നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് എന്ത് വിഷയമാണോ തന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നടുവിലെ ഖണ്ഡികയിൽ, ആ മധ്യഭാഗത്തുള്ള ഖണ്ഡികയിൽ സബ്ജക്റ്റ് വിഷയം നിങ്ങൾക്ക് തന്നിട്ടുള്ള വിഷയം ഉൾപ്പെടുത്തുക. അവസാനം കൺക്ലൂഷൻ അല്ലേ, നിൻ്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു, നീ ഇവിടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിൻ്റെ കത്തിനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ആളെ ഒപ്പ് അല്ലേ. ഇങ്ങനെയാണ് ഒരു കത്തിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലേ, ആ ഒരു ഘടന. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. പ്രവർത്തനം 6 പ്രസംഗം തയ്യാറാക്കാമെന്നാണ്. അതുപോലെ തന്നെ പ്രസംഗം
അല്ലേ? മണ്ണിൽ കളിക്കാത്ത കുട്ടികളുണ്ടാവില്ല. മണ്ണിൽ വീണുരുണ്ട് കുറുമ്പ് കാട്ടുന്നവരും കുറവല്ല. മണ്ണിന് കരുതലും പരിചരണവും ആവശ്യമല്ലേ? മണ്ണിനെയും ജീവനെയും രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗത്തിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ കൂടി അടിസ്ഥാനത്തിൽ മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. അല്ലേ? നമ്മളെ ഇതാ ഒരു മായാലോകം എന്ന് പറയുന്ന പാഠഭാഗത്ത് കഥാകാരൻ അല്ലേ മണ്ണിനെ നിരീക്ഷിച്ചപ്പോൾ കണ്ട അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അല്ലേ? അപ്പം മണ്ണിൻ്റെ പ്രത്യേകതകളും എല്ലാം ആ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കുക. അതിൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിൽ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണം കണ്ട് വേണം നിങ്ങൾ എക്സാമിന് പോവാൻ. അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ ആ മണ്ണിൻ്റെ മായാലോകങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം അഭിസംബോധന ചെയ്യണം, എന്നിട്ട് വേണം എഴുതാൻ. അപ്പോൾ ആ എല്ലാ ആ പ്രസംഗത്തിൻ്റേതായാലും നോട്ടീസിൻ്റേതായാലും കത്തിൻ്റേതായാലും ഫോർമാറ്റ് ഘടന നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഈ ക്വസ്റ്റ്യൻസൊക്കെ വരും എന്ന് ഉറപ്പുള്ളതാണ്. പക്ഷേ വിഷയങ്ങൾ വേറെയാണെങ്കിലും ഇതൊക്കെ വരും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാം നാളെയാണ്. നന്നായിട്ട് പഠിക്കുക, സമയം കൺട്രോൾ ചെയ്തിട്ട് എഴുതാൻ പഠിച്ചു പോവുക. മലയാളമാണ്. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും അറ്റൻഡ് ചെയ്യുക. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.